തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകനായ എടപ്പാൾ സ്വദേശി കീഴടങ്ങി. എറണാകുളം DCP ഓഫീസിലാണ് സുകാന്ത് സുരേഷ് കീഴടങ്ങിയത്. യുവതിയുടെ മരണത്തിൽ കുറ്റാരോപിതനായ സുകാന്ത് മാസങ്ങളോളമായി ഒളിവിലായിരുന്നു. ഇതിനിടെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് സുകാന്ത് കീഴടങ്ങിയത്. ഹയാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി ആൻഡ് ചങ്ങരംകുളം. സെലിബ്രേഷൻ നെവർ എൻഡ്സ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായിരുന്ന യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് പ്രതി സുകാന്ത് സുരേഷ് എറണാകുളത്തെ DCP ഓഫീസിലെത്തി കീഴടങ്ങിയത്. സുകാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച രാവിലെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിനു പിന്നാലെ സുകാന്ത് കീഴടങ്ങുകയാണുണ്ടായത്. പ്രതിക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണാ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഹർജി തള്ളിയത്. പ്രതിക്ക് കീഴടങ്ങാമെന്നും കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ താൻ നിരപരാധിയാണെന്നായിരുന്നു ജാമ്യഹർജിയിൽ സുകാന്തിന്റെ അവകാശവാദം. വിവാഹത്തിന് വീട്ടുകാർ എതിരായതിനാൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നുമുള്ള സുകാന്തിന്റെ വാദം തള്ളിയ കോടതി സുകാന്തിന് ഒന്നിലേറെ ബന്ധങ്ങളുണ്ടായിരുന്നെന്നും യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നെന്നും നിരീക്ഷിച്ചു. യുവതിയെ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായതായും അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും വ്യക്തമാക്കിയാണ് കോടതി ജാമ്യഹർജി തള്ളിയിരുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 24-നാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ യുവതിയെ റെയിൽവേ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ സഹപ്രവർത്തകൻ എടപ്പാൾ സ്വദേശി സുകാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. യുവതിയെ സുകാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തെന്നാരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയതോടെ സുകാന്തിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കേസിൽ പ്രതിയായതോടെ വകുപ്പ് തല അന്വേഷണം നടത്തിയാണ് നടപടിയെടുത്തത്. സുകാന്തിനെതിരെ കേസെടുത്തെന്ന് പോലീസ് IBയെ അറിയിക്കുകയും ചെയ്തിരുന്നു.